കാലടിയിൽ 20 ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിലെ പ്രതികൾ പിടിയിൽ. തൃശൂർ സ്വദേശികളായ വിഷ്ണു, അനീസ് എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ ആക്രമണം നടത്താൻ ഉപയോഗിച്ച മുളക് സ്പ്രേയുടെ കുപ്പിയിൽ നിന്നാണ് അന്വേഷണ സംഘം പ്രതികളിലേക്ക് എത്തിയത്. സിനിമാ കഥയെ വെല്ലുന്ന കവർച്ചയാണ് കാലടിയിൽ ആസൂത്രണം ചെയ്തത്. ഡിസംബർ 27-നാണ് കാലടി സ്വദേശിയായ തങ്കച്ചനെ ആക്രമിച്ച് പ്രതികൾ പണം കവർന്നത്. പച്ചക്കറി മൊത്ത വ്യാപാര സ്ഥാപനത്തിലെ മാനേജറായിരുന്നു തങ്കച്ചൻ. സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരനായ അനിൽകുമാർ വഴിയാണ് പ്രതികൾ തങ്കച്ചന്റെ കൈവശം ലക്ഷങ്ങളുണ്ടാകുമെന്നറിഞ്ഞത്. ജയിലിൽ വെച്ചാണ് വിഷ്ണുവും അനീസും അനിൽകുമാറിനെ പരിചയപ്പെട്ടത്. പിന്നീട് സംഘത്തിനൊപ്പം 10 പേർ കൂടി ഗൂഢാലോചനയിൽ ചേർന്നു. കച്ചവടത്തിലൂടെ ലഭിച്ച പണവുമായി പോകുമ്പോൾ തങ്കച്ചനെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. ബൈക്കിലെത്തിയ വിഷ്ണുവും അനീസും തങ്കച്ചന്റെ മുഖത്തേക്ക് മുളക് സ്പ്രേ അടിച്ച ശേഷം കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 20 ലക്ഷം രൂപയും പ്രതികൾ കവർന്നു. പണം 3 വീതം വെച്ച ശേഷം പ്രതികൾ ഒളിവിൽ പോയി. വിഷ്ണു മൈസൂർ വഴി ഗോവയിലേക്കും പിന്നീട് മുംബൈയിലേക്കും പോയി. അവിടെ നിന്ന് വാരണാസിയിലേക്കും ശേഷം പഴനിയിലേക്കും പോയി. സ്ഥലത്തുനിന്ന് കണ്ടെത്തിയ മുളക് സ്പ്രേയുടെ കുപ്പിയിൽ നിന്നാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. സ്ഥലം നിന്ന് നമുക്ക് ഒരു പേപ്പർ സ്പ്രേന്റെ ബോട്ടിൽ കിട്ടിയിരുന്നു. ആ പേപ്പർ സ്പ്രേന്റെ ബോട്ടിലിൽ ഒരു ബാച്ച് നമ്പർ പിന്നെ ഒരു നമ്പർ ഉണ്ടായിരുന്നു. സോ ഇത് ഫ്ലിപ്കാർട്ടിന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു പേപ്പർ സ്പ്രേ ബോട്ടിലായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിന് കേരളയിലേക്ക് ഓർഡർ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ശേഖരിച്ചു. പിന്നെ നമുക്ക് ഒരു 2 അബ്നോർമൽ നമ്പർ കുറിച്ച് കിട്ടി. ആ നമ്പർ കുറച്ച് സംശയമുള്ള നമ്പർ ആയിരുന്നു. നമ്പർ നോക്കിയിട്ട് നമുക്ക് മനസ്സിലായി ഇത് ഒരു തൃശൂർ റൂറലിൽ താമസം ചെയ്തിട്ടുള്ള പ്രത്യേകിച്ചും ഒരു ഗാങ് മെമ്പറിന്റെ നമ്പറാണ്. സാധാരണ കടകളിൽ നിന്ന് വാങ്ങിയാൽ പിടിക്കപ്പെടും എന്ന് ഭയന്നാണ് പ്രതികൾ ഓൺലൈൻ വഴി മുളക് സ്പ്രേ വാങ്ങിയത്. കേസിന്റെ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട 10 പ്രതികളെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. പഴനിയിൽ വെച്ചാണ് മുഖ്യപ്രതിയായ വിഷ്ണു പിടിയിലാകുന്നത്. അനീസിനെ വയനാട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കൊപ്പം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ അമ്മയും കേസിൽ പ്രതിയാണ്. അമ്മയുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തു. കവർച്ച നടത്തിയ പണത്തിൽ 12 ലക്ഷം രൂപയാണ് പോലീസിന് വീണ്ടെടുക്കാനായത്. ബാക്കി പണം ധൂർത്തടിച്ചു എന്നാണ് പ്രതികളുടെ മൊഴി. അനീസിനെതിരെ പോക്സോ കേസ് ചുമത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കേസിലെ ഒരു പ്രതിയെ കൂടി ഇനിയും കണ്ടെത്താനുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.